ഗ്രൂപ്പിൽ ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ആ ജോലിയൊക്കെ വലിച്ചെറിഞ്ഞ് ഫുൾ ടൈമായി ഫിജിക്കാർട്ടിനെ ഏറ്റെടുത്ത് ചെയ്ത് അനേകം പേരെ ഈ ബിസിനസ്സിലേക്ക് വിജയത്തിലേക്ക് കൈവരിപ്പിച്ചുകൊണ്ട് വിജയങ്ങൾ നേടിക്കൊണ്ട് ഇന്ന് കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് ലീഡർ രഞ്ജിത്ത് സാറിനെ ഞാൻ ഏറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടു കൂടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു രേഖ മാഡം. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ആൻഡ് പാസീവ് വെൽക്കം മാഡം. അപ്പം റാന്നിയിലുള്ള എന്താ പറയാ രേഖ മാഡം എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് അനുസി എടുക്കുന്നു. അതോടൊപ്പം തന്നെ കുമളിയിലുള്ള സ്മിത മാഡം എന്താണ് പ്ലാൻ പ്രസന്റേഷൻ നടത്തുന്നു. ബാലുശ്ശേരിയുള്ള ഞാൻ ഈ ഒരു ബിസിനസ് അവസരം എന്താ പറയാ നിങ്ങളിലേക്ക് ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാനും സംസാരിക്കാനൊക്കെ ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ്. മനസ്സിലാക്കുക, ഡിജിറ്റലി എന്താ പറയാ രാജ്യം അല്ലെങ്കിൽ ലോകം വലിയ 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 മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ അവസരം നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്ന സമയത്ത് ഇതിപ്പോ എന്താണ് പ്ലാന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനകത്ത് എന്താണ് ഇങ്ങനെ വരുമാനം കിട്ടും, 11 ടൈപ്സ് ഓഫ് വരുമാനം എന്താണ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നമ്മുടെ ചോയ്സ് ആണ് ഫിജിക്കാർട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ഇത്രേ പറയുന്നുള്ളൂ. ഫിജിക്കാർട്ട് ആർക്ക് വേണ്ടി എന്ത് ചെയ്യില്ല, കാത്തു നിൽക്കില്ല. ഈ ഒരു ബിസിനസ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആള് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നു. കാരണം നിങ്ങൾ ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എടുത്ത് നോക്കിക്കോളും, അതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പറയും തൃശ്ശൂർക്കാരനാണ്, എറണാകുളംകാരനാണ്, കോട്ടയംകാരനാണ്, പക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഒരൊറ്റ വാക്ക് മാത്രം മതി എന്താ പറയാ നമ്മൾക്ക് നമ്മുടെ ബിസിനസ് വളരെ ഈസി ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കൈവച്ച മേഖലകളെല്ലാം തന്നെ എന്താണ് ബിസിനസിന്റെ കാര്യത്തിൽ അട്ടയുടെ കണ്ണ് കണ്ട എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു ബിസിനസ് എന്താ പറയാ ടൈക്കൂൺ ആയിട്ടുള്ള ഒരു ചെയർമാനാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നതാണ്. 161 വർഷം പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനോടൊപ്പം നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മാസീവ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇതിന്റെ ഒരു 3ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ മാസവും എന്താണ് നമുക്ക് പെർഫോമൻസ് ബോണസ് ലഭിക്കുന്നത്. അതായത് ഒരു 10,000ന്റെ മുകളിലേക്കുള്ള ഒരു വരുമാനം എന്താണ് നമുക്ക് ലഭിക്കുന്നു. എന്താ പറയാ അതോടൊപ്പം തന്നെ വരുമാനം നമുക്ക് ലഭിക്കുന്നത് ആഴ്ചയിലോ മാസത്തോ അല്ല, ഡെയിലി പേ ഔട്ട് ആണ്. പണ്ട് പറയായിരുന്നു പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നൊക്കെ. സോ ഈ ഒരു കാലഘട്ടത്തിൽ പക്കാ അപ്ഡേറ്റഡ് ആയിട്ട് ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പനി, ഏക കമ്പനി ഇന്ത്യയിലെ. നിങ്ങൾ സെർച്ച് ചെയ്തോളൂ. സോ ഫിജിക്കാർട്ട് ആ ഒരു കാര്യത്തിൽ എന്താണ് ആ തട്ട് താണ് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ മാഡം അവിടെ പരിചയപ്പെടുത്തി 9 വർഷക്കാലം ചെമ്മണ്ണൂർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. വരുമാനം കൂടുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏറ്റെടുക്കും. അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം റീജിയനിൽ ഒരു 4 എന്താ പറയാ ഷോറൂമിന്റെ ഇൻചാർജും കൂടി എന്ത് ചെയ്ത് ഏറ്റെടുക്കുകയും അതിന്റെ എന്താ പറയാ ടാർഗറ്റ്, പ്രഷറുകൾ, കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവരുമായിട്ടുള്ള ആട്ടും തുപ്പും ഒക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. ഡെയിലി എന്താണ് 9 മണിക്ക് ഷോപ്പിലെത്തണം. 9:05, 9:06 ആയി കഴിഞ്ഞാൽ ലേറ്റ് ഫൈന് കാര്യങ്ങള്, ഷോപ്പ് എന്താ പറയാ സ്റ്റോക്ക് എടുക്കണം, കാര്യങ്ങളുണ്ട്. എപ്പോഴാണോ ഷോപ്പുകളൊക്കെ ഉള്ള സമയത്ത്, ഷോപ്പിൽ നമ്മളുള്ള സമയത്ത് ഷോപ്പ് അടയ്ക്കുന്നത്, ആ സമയത്ത് മാത്രമേ ഇറങ്ങി പോകാനായിട്ട് പറ്റുള്ളൂ. ഭയങ്കര ഉത്തരവാദിത്തങ്ങളാണ്. നിങ്ങൾക്കറിയാം ജ്വല്ലറി മേഖലയാണ്. ഒരു തരിക്ക് പൊന്നു വരെ ഭയങ്കര കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇന്ന് അതിന്റെ വില നമുക്കൊന്നും എന്താ പറയാ തൊട്ടാൽ പൊള്ളുന്ന രീതിയിലേക്ക് എന്താണ് അതിന്റെ വിലയൊക്കെ മാറിയിരിക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഫിജിക്കാർട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, നാളെ നമ്മുടെ എന്താ പറയാ കുട്ടികള് ഒരു പക്ഷേ ഈ ഒരു ബിസിനസ് നിങ്ങളെ ഈ ബിസിനസ് എടുത്ത് മാസീവായിട്ടൊരു സക്സസിലേക്ക് അവർ എത്തുന്ന സമയത്ത് നമ്മുടെ കൊച്ചുങ്ങൾ നമ്മോട് ചോദിക്കാണ്, അച്ഛാ അമ്മേ അന്ന് നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റ് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനത്തിന് തീ പിടിച്ച വിലയാണ്. നമ്മൾക്ക് ഇന്നൊരു സർവേ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യ മഹാരാജ്യത്ത് 141 കോടിക്ക് മുകളിൽ ആളുകളുണ്ട്. 128 കോടി ജനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവരുടെ ചെലവ് കഴിഞ്ഞാൽ
പിന്നെ ഒരു പണം മാറ്റി വെക്കാനോ നീക്കി വെക്കാനോ ഉണ്ടില്ല, അവരുടെ കയ്യിലില്ല. ഒരു സർവേ ആണ്. അപ്പൊ നമ്മളെല്ലാരും മനസ്സിലാക്കുക, ഇനി 920 തൊട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ജോലി 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 എന്ന് പറയുന്ന കാര്യം. ശരിയല്ലേ? ഇനിയും നമ്മൾ അത് തന്നെ മുന്നോട്ട് തുറന്നു പോയി കഴിഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഹാപ്പി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടിന്റെ മുന്നിൽ പോയി നിന്ന് കൊടുത്താൽ മതി, നിങ്ങളുടെ മുഖം പറയും എന്താണ് അതിനകത്ത് കിട്ടുന്നത്. സോ 8 മണിക്കൂർ മാത്രമാണ്, അല്ലെ 8, 10, 15 മണിക്കൂർ, എത്ര മണിക്കൂറാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? നിങ്ങൾ പ്രവാസികളായിരിക്കാം, ഗവൺമെന്റ് സർവീസുള്ള ആളുകളായിരിക്കാം, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, എവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളെ, കൂലിപ്പണിക്ക് പോകുന്ന ആളുകളായിരിക്കാം. സോ ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് എന്താണ്, സ്വന്തം സമയം വിറ്റുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജീവിക്കാൻ പറ്റും. എന്തെങ്കിലും പറ്റി കടന്നു പോകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരെ നമ്മുടെ നാടിനും വീടിനും ഒക്കെ വലിയൊരു ഭാരമായിട്ട് മാറുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. ഞാനിപ്പോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, മനുഷ്യന്മാരുടെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. എനിക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പോലും എന്റെ ഈ ഒരു ഫിജി കാർഡിലെ എന്താ പറയാ IQ 102, 148 എന്ന് പറയുന്ന IQ നമ്പർ എന്റെ അമ്മേന്റെ പേരിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ 3 തലമുറയിലേക്ക് ഇത് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ്. കാരണം നമ്മുടെ ഫാമിലിനെ സെക്യൂർ ആക്കാൻ ഇതിനേക്കാൾ അത്ര അവസരം വേറെ. നിങ്ങളോ ഞാനോ ഈ ബിസിനസ്സിൽ ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ലോകത്തിലെ തന്നെ നമ്പർ 1 ആണ്. കാരണം അദ്ദേഹം ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ ഫ്യൂച്ചർ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇനിയുള്ള കാലത്ത് നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും ടെസ്ല പോലുള്ള കാറുകൾ എന്താണ് എന്താ പറയാ, ഡ്രൈവർ ഇല്ലാണ്ട് എന്തെങ്കിലും കാർ ഓടുന്നു, പറക്കുന്ന കാറുകൾ വരുന്നു. ലോകം മാറാണ്, കാലഘട്ടം മാറുകയാണ്. ഈ രീതിയിലേക്ക് എന്താണ് ഫ്യൂച്ചർ മാറാണ്. ഹോസ്പിറ്റലുകൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയിൽ വന്നൊരു ഹോസ്പിറ്റല് കംപ്ലീറ്റ് എന്താണ് മിഷനറീസ് ആണ്, റോബോട്ടുകളുടെ ഹോസ്പിറ്റലാണ്. മനുഷ്യന്മാർ വരെ ഇല്ലാത്ത രീതിയിൽ എന്താണ് ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ ഓൾമോസ്റ്റ് 2030-35 ആകുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ തന്നെ എന്താണ് പൊറാട്ട ഉണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം, നമുക്ക് ഇഷ്ടമുള്ള ആഹാരം പറഞ്ഞ് ഉണ്ടാക്കി തരുന്ന രീതിയിലേക്ക് റോബോട്ടുകൾ എന്താണ് വലിയ രീതിയിൽ എന്താണ് വരാൻ പോകണം. അതിന്റെ കണ്ടുപിടുത്തങ്ങൾ പല രാജ്യങ്ങളും എന്താണ് വളരെ ഫാസ്റ്റായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഡിജിറ്റലായി മാറുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ വരുമാനവും ഡിജിറ്റലാക്കി മാറ്റിയിട്ടില്ല എങ്കിൽ ഇവിടെ നഷ്ടം നമ്മൾക്ക് മാത്രമായിരിക്കും. ഇനിയുള്ള കാലത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വരെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വരുമാനം വരണം. നമ്മളിങ്ങനെ ഒഴുക്കിനെതിരെ കുറെ നീന്തിയിട്ടോ അല്ലെ ഒന്നും ഒരു കാര്യമില്ല. നമ്മളൊക്കെ മനസ്സിലാക്കുക, നമ്മളുടെ കാലിനടിയിലെ മണ്ണൊക്കെ എന്താണ് കുത്തിയൊലിച്ച് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും വിചാരിച്ച് നിൽക്കുകയാണ്. ശരിയാവുമോ? ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികൾ എന്താ പറയാ തലപ്പത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഒരു 2000 കാലഘട്ടത്തിൽ വരേണ്ട അപ്ഡേഷൻ എന്താണ് നമുക്ക് 2025 എന്താണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞ സമയത്ത് പല കാര്യങ്ങളും ഫാസ്റ്റാണ്. എഡ്യൂക്കേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും എന്താണ് അവർ വളരെ ഫാസ്റ്റാണ്. സോ ഇവിടെ മാറേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. നമുക്ക് വേണ്ടി ആരും 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 ഒന്നും തന്നെ ചെയ്തു തരില്ല. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ നേടിയെടുക്കണം. ശരിയാണോ? സോ നമ്മൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവസരം വേണം. സോ ഇത്ര കാലം നമുക്കൊരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ നമുക്ക് വളരെ ഈസിയാണ്. കമ്പനി 161 വർഷം പാരമ്പര്യ ഗ്രൂപ്പ്, ഞാൻ വീണ്ടും പറയുന്നു, സെലിബ്രിറ്റി ചെയർമാനുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നു. ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാനും പ്രോജക്റ്റും ആപ്ലിക്കേഷനും ഒക്കെ എന്താണ് ഡേ ബൈ ഡേ പ്രോഡക്ട്സുകളൊക്കെ എന്താണ് നിരവധി അനവധി നമുക്ക് വരികയാണ്. നിങ്ങൾക്ക് വീടുണ്ടോ, പിന്നെ പെയിന്റ് അടിക്കാൻ പെയിന്റ് വരെ എന്ത് ചെയ്യാൻ വാങ്ങിച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ നേരത്തെ ഇവിടെ പ്ലാൻ പറയുന്ന സമയത്ത് മാഡം പറഞ്ഞു വെൽനസിന്റെ കാര്യം. എന്തിനാണ് വെൽനസിന്റെ കാര്യം എന്നുള്ളത് നമുക്ക് ഇപ്പൊ പലർക്കും അറിയില്ല. എന്തിനാണ്? അസുഖം വന്നാൽ മരുന്ന് കുടിച്ചാൽ പോലെ അല്ലെ. മരുന്ന് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധി പ്രശ്നങ്ങൾ കാരണം എന്താണ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ പ്രതിരോധ ശേഷി കൂട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളും ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിട്ട് വരുന്നത്. ഒരു കൊറോണ കാര്യങ്ങളൊക്കെ വന്നു പോയ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, കൊറോണയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചോ? ഇല്ലല്ലോ. ഇപ്പോഴും അതൊക്കെ എന്താണ് മാറി ക്ലിയർ ആയി എന്ന് വിചാരിച്ച് നമ്മളൊക്കെ ഇറങ്ങി നടക്കുകയാണ്. ശരിയായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ, ഇനിയുള്ള കാലത്ത് നമ്മൾ എന്താ പറയാ സ്വന്തം സമയം അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം ക്ഷയിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിച്ചു പോകാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് സത്യം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയുക. ഒരു പക്ഷേ ദൈവത്തിന്റെ ഒരു നിമിത്തം കൊണ്ടായിരിക്കാം ഇന്ന് നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ ഒക്കെ ആയിട്ടുള്ള ആള് നിങ്ങളുടെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ചേർക്കുന്ന പോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കേൾക്കാം, ഒഴിവാക്കാം, ഒക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ.
നിങ്ങൾ മറ്റേതൊരു മേഖല എടുത്ത് നോക്കിക്കോ, എന്താ പറയാ, ഒരു സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, പച്ചക്കറി കട ആയിക്കോട്ടെ, തുണിക്കട ആയിക്കോട്ടെ, ബേക്കറി ആയിക്കോട്ടെ, ഹോട്ടൽ ആയിക്കോട്ടെ, ഇതിന്റെ മുന്നിൽ ഇതേ സെയിം ഹോട്ടലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ആണ്. എങ്ങനെ അവനെ നശിപ്പിക്കാം അല്ലെ? ഒന്നും നശിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മറ്റൊന്നിന് വളാവുള്ളൂ എന്നുള്ളതാണ്. സോ ഫിജിക്കാരിൽ എന്താ സ്ഥിതി? നിങ്ങള് കൂടെ അല്ലെ, എന്താ പറയാ, നിങ്ങൾ എന്താ പറയാ, ഒരാളിനെ വിശ്വസിച്ച്, നിങ്ങളുടെ ഒരു ലീഡറിനെ വിശ്വസിച്ച് നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ആ ലീഡർ നിങ്ങൾ ചെയ്യുന്ന കാര്യത്രേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, കരകയറ്റണം, രക്ഷപ്പെടുത്തണം, ഇതിന്റെ 13ാം തലയിൽ എത്തിക്കണം എന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും പവറും എനർജിയും ഒക്കെ തന്നുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് രക്ഷപ്പെടുത്താൻ നോക്കും. എങ്കിലേ അങ്ങേരുടെ കുടുംബത്തിലേക്കും അരി വാങ്ങിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂര്. കാരണം പണിയെടുക്കുന്ന ആളുകൾക്ക് വരുമാനം കിട്ടും, അതാണ് അങ്ങേരുടെ സിസ്റ്റം. വെറുതെ ഇരുന്ന് വരുമാനം വാങ്ങുന്ന ഒരു മേഖലയോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നു, തുടക്കത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് അറിവില്ലാത്തൊരു മേഖലയാണ്. എന്താണ് അറിവില്ലാത്ത കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ തയ്യാറാവുക എന്നുള്ളൊരു കാര്യം ഞാൻ പറയും. കാരണം ഇവിടെ വിദ്യാഭ്യാസം ഉള്ള ആളുകളും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും കഴിവില്ലാത്ത ആളുകളും ആരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകളും ഒക്കെ എന്താണ് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഫിജി കാർട്ടിലൂടെ സക്സസ് ആവുന്നു. എങ്ങനെ? അവരുടെ കഴിവുകൊണ്ടാണോ? ഒന്നുമല്ല. ഒരു ടീം വർക്ക് ഉണ്ട് ഇവിടെ, ഒരു ബോണ്ട് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ, BOP-കൾ, AOP-കൾ, NDOP, ഒരുപാട് സെഷനുകൾ എന്താണ് ഇവിടെ വരുന്നുണ്ട്. സോ മാറി ചിന്തിക്കേണ്ട കാലം വളരെ 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 അതിക്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന എന്നുള്ളൊരു കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നെന്താണ് സ്മിത മേഡം നമുക്ക് അടിപൊളിയായിട്ട് പ്രസന്റേഷൻ എടുത്തുന്നുണ്ട്. അടിപൊളിയായിട്ട് എന്താണ് രേഖ മേഡം അവിടെ എന്താ പറയാ ഹൃദയ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു MC ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പതിയെ അവരെന്ത് ചെയ്യും, 13ാമത്തെ റാങ്കിലേക്ക് എത്താൻ പോവാ. ഇനിയുള്ള 1-2 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക്കുന്ന ആളുകൾ 2026 കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് പിന്നെ 13ാമത്തെ റാങ്കിൽ എത്തിയിട്ടുണ്ടാവും. കാരണം അത്രത്തോളം ഫാസ്റ്റ് ആണ് ഇനി കാര്യങ്ങൾ. ഇനിയും കോംബോ പാക്കുകൾ, പ്രോഡക്ട്സുകൾ അനന്തമായിട്ട് എന്താണ് വന്നുകൊണ്ടിരിക്കുക. ഓച്ചേന്റെ കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം മുതൽ വൈകുന്നേരം വന്ന് കിടന്നുറങ്ങുന്നത് വരെ എന്തൊക്കെ സാധന സാമഗ്രികൾ അവരുടെ കണ്ണിന്റെ മുന്നിൽ കൂടി പാസ് ചെയ്ത് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള മുഴുവൻ പ്രോഡക്റ്റുകളും ഫിജി കാർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആശയമാണ് വരുന്നത്. കാരണം ഞങ്ങളൊക്കെ ഒന്ന് വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാ. ജോലി ചെയ്യുന്ന സമയത്ത് ഈശ്വര ഈ സാധനത്തിന് ഇമ്മാരി വിലയോ, ഈ കഴിഞ്ഞ മാസത്ര അല്ലായല്ലോ വില, ഇതിനേക്കാൾ കൂടിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഫിജി കാർഡിൽ നമുക്ക് റിവാർഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരം നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ എന്താണ്, നമുക്ക് റിവാർഡ് വാല്യൂ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള അവസരം എന്താണ് നമുക്ക് ഇവിടെ. നമുക്ക് ലഭിക്കുന്ന പ്രോഡക്ട്സുകൾ 100% ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആയിരിക്കും എന്നുള്ള സത്യം കൂടി എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കും. കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് കിട്ടാവുന്ന മാക്സിമം എന്താണ് അച്ചീവ്മെന്റുകളായിക്കോട്ടെ, റാങ്കുകളോടൊപ്പം തന്നെ വരുമാനത്തോടൊപ്പം തന്നെ ഒരു ടീം മാനേജ്മെന്റ് നമ്മൾ പഠിക്കും, ടൈം എങ്ങനെ മാനേജ് ചെയ്യണം നമ്മൾ പഠിക്കും. ഇപ്പൊ കുട്ടികളൊക്കെ പലതും വളർത്താൻ ഭയങ്കര പാടാന്നാ പറയുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യവും മൊബൈൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ആ രീതിയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. കാരണം ഞാൻ പറയുന്നത്രേ ഉള്ളൂ, നമ്മൾ ബിസി ആയി കഴിഞ്ഞാൽ നമുക്ക് പലത് ഈസിയാവും. നമ്മൾ ഡിജിറ്റലി ഈ ഒരു മീറ്റിങ്ങുകളും കാര്യങ്ങളും ഇത് കണ്ടുകൊണ്ടാണ് കുട്ടികളൊക്കെ വളരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് കുട്ടികൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും ഞാൻ പറയുന്നത് ഇന്ന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഫിജി കാർഡ്. ആത്മാർത്ഥമായിട്ട് പഠിച്ച് എന്താ പറയാ ഈ ഒരു ബിസിനസ്സിലൂടെ രക്ഷപ്പെടണം തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ പണത്തിന്റെ പേരിൽ നിങ്ങൾ എന്തുണ്ടാവും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടുണ്ടാവും, കളിയാക്കപ്പെട്ടുണ്ടാവും, സുഹൃത്തുക്കളുടെ ഇടയിൽ എന്താണ് അല്ലെ ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ടാവും, സ്വന്തം വീട്ടിലേക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കാൻ വരെ ബുദ്ധിമുട്ടുന്ന രീതിയിലൊക്കെ നിങ്ങൾ പല അനുഭവങ്ങളോട് കടന്നുപോയ ആളുകളായിരിക്കാം. സോ ഇതൊരു അവസരമാണ്, നമ്മളുടെ ചോയ്സ് ആണ്. കാരണം ഇവിടെ നമുക്ക് നമ്മളെ പ്രഷർ ചെയ്യാനൊന്നും ആളില്ല. നിങ്ങൾ വന്നാൽ നിങ്ങളോടൊപ്പം, നിങ്ങളില്ലാതെ എന്ത് ചെയ്യില്ലേ. നമ്മൾ ഇത്ര കാലം നമ്മുടെ ജീവിതത്തിൽ ഓൾമോസ്റ്റ് എന്താണ് പകുതി എന്നാൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാനോ രക്ഷപ്പെടാനായിട്ട് നമ്മുടെ കയ്യിൽ ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഉണ്ടായിക്കോളുന്നില്ല അല്ലെ. ഭൂരിഭാഗം ആളുകളും പ്രതിസന്ധിയിലാണെന്നാണ് എന്താ പറയാ നമ്മുടെ സർവേ തന്നെ പറയുന്നത് ഇന്ത്യന്റെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, നമുക്ക് 0 ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഫിജി കാർഡാണ്. ഇന്ന് കിട്ടാവുന്ന വെച്ച് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഫിജി കാർഡ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ 3 സൈറ്റ് എടുത്ത് എന്ത് ചെയ്യാം, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പാൻ കാർഡ് ഉള്ള ആളുടെ പേരിൽ ഒരു ID മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ.
പിന്നെ നിങ്ങൾക്ക് ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള മെമ്പേഴ്സിന് വല്ല എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐ ഡി എടുക്കാൻ പറ്റുള്ളൂ, അവരുടെ പാൻ കാർഡും കാര്യങ്ങളും വെച്ചിട്ട്. അതായത് നിങ്ങളിപ്പോ ഒരു ഐ ഡി എടുത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെക്കാൾ കഴിവുള്ള ഒരു 4 പേര് ഈ ബിസിനസ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളെക്കാൾ കഴിവുള്ള ഒരു 4-5 പേര് ഈ ബിസിനസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഡെയിലി എന്താണ് 30,000 വാങ്ങിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഐ ഡി കൂടി എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇവരുടെ താഴെ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളൊരു ഐ ഡി കൂടി പർച്ചേസ് ചെയ്തിട്ട് ലെഫ്റ്റ് റൈറ്റും എന്ത് ചെയ്യണം അല്ലെ, നമ്മുടെ കോൺടാക്ട്സുകൾ ഡെവലപ്പ് ചെയ്യേണ്ട ഈ കാര്യങ്ങൾ മാറുന്നതാണ്. സോ ബുദ്ധിപരമായി ചിന്തിക്കുക. നമുക്കിപ്പോ നഷ്ടപ്പെടുന്ന ആയിരങ്ങളല്ല, വരാനിരിക്കുന്ന കോടികളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്താ പറയാ പ്രവർത്തിക്കാൻ. ഇത്ര കാലം നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, വരുമാനം അല്ലെങ്കിൽ അക്കൗണ്ടിൽ വലിയ കോടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിക്കോളുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു 500 പേരുടെ മുകളിലേക്കുള്ള കോണ്ടാക്ട്സുകളും കാര്യങ്ങളൊക്കെ എന്താണ് അതിനകത്ത് മിനിമം എന്താണ് ഉണ്ടാവും. ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു 4,000-5,000 രൂപ, 4,000-5,000 മെമ്പേഴ്സ് ഉള്ള ഒരു ഫോളോവേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ. ഇത്ര പറയുന്നുള്ളൂ. ആ കോണ്ടാക്ട്സുകളിലേക്ക് നമുക്ക് വേണ്ട ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ബിസിനസ് അത്യാവശ്യക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അതും കൂടാതെ നിങ്ങൾക്ക് ഇപ്പൊ ടോച്ചേട്ടി എന്ന് പറയുന്ന 30ഓളം ടിക്കറ്റ് പുറത്ത് എവിടെയെങ്കിലും കിട്ടില്ല. ഫിജി കാർഡ് കൂടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 30 ടിക്കറ്റ് ഉള്ള ഒരു കോംബോ പാക്കും കാര്യങ്ങളൊക്കെ ഫിജി കാർഡ് എന്താണ് അത്ര എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സുകളൊക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ മാർക്കറ്റ് ചെയ്യാം. അത്രത്തോളം സപ്പോർട്ട് കമ്പനീന്റെ ഭാഗത്തുനിന്നുണ്ട്. താൻ ബാധി ദൈവം ബാധി എന്നൊക്കെയാണ് പറയല്ലേ. അപ്പൊ ഈ ഒരു ഫിജി കാർഡിനെ സംബന്ധിച്ചിടത്തോളം 80% മുകളിൽ ഫിജി കാർഡ് എന്താണ് ഉണ്ട്. 20% നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം ഇവിടെ പറയുന്നു. അപ്പം ആ കോണ്ടാക്ട്സുകളിലേക്ക് നിങ്ങളുടെ എന്താ പറയാ ലീഡേഴ്സ് പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാവുക, പഠിക്കാൻ തയ്യാറാവുക. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിന്റെ ഒരു 3ാമത്തെ റാങ്കിലേക്ക് അത്ര ഞാൻ പറയുന്നു. എല്ലാ മാസവും കമ്പനി പെർഫോമൻസ് ബോണസ് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ മാസവും എന്താണ് നിങ്ങൾക്കും അത് വാങ്ങിക്കാനുള്ള ഒരു അവസരം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കമ്പനി നൽകുന്നുണ്ട്. സോ നിങ്ങളുടെ ചോയ്സ്. ഇവിടെ നിങ്ങൾ ടൈം ലിമിറ്റ് ഇല്ല, ടാർഗറ്റ് ഇല്ല, പ്രഷർ ഇല്ല, ബോട്ടില്ല. പക്ഷെ നിങ്ങൾ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളതൊക്കെ എന്ത് ചെയ്യുക, സ്വയം ആയിട്ട് നിർമ്മിക്കുക. ഇതിവിടെ ബോബി ചെമ്മണ്ണൂരുടെ സ്റ്റാഫ് അല്ല നമ്മൾ എന്നുള്ളത് സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സ് ആണ്. 9 വർഷം ഞാൻ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്ത സമയത്ത് ഞാൻ അവിടെ സ്റ്റാഫായിരുന്നു. പറയുന്ന പണി എല്ലാം എടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ എന്താണ് അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും എന്താണ് വലിയ അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അതിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ മാസം വരുമാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ മാസത്തെ എന്റെ എഫേർട്ട് എന്താണ് അവിടെ തീരുന്നു. വീണ്ടും അടുത്ത മാസം തീരുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നിങ്ങളുടെ ടീമിൽ വരുന്ന ഓരോ മെമ്പേഴ്സിന്റെയും PV ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നതാണ് PV എന്താണ് അവിടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ആ PV വർദ്ധിക്കുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റാങ്കുകൾ നമുക്ക് തരുന്നുണ്ട്. 13 റാങ്ക് ഇവിടെ വരുന്നുള്ളൂ. വെറും 13 റാങ്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 10-15 വർഷം എന്ത് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട്. ഇവിടെ പല ലീഡേഴ്സും എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ എന്താ പറയാ പല റാങ്കുകൾ എത്തിയിരിക്കുന്നത് വളരെ ഷോർട്ട് ടൈമിലാണ്. ഈ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് 7 ദിവസം കൊണ്ട് എത്തിയ ആളുകളുണ്ട്, 18 ദിവസം കൊണ്ട് എത്തിയ ആളുകളുണ്ട്, 23 ദിവസം കൊണ്ട് സെയിൽസ് മാനേജറിലേക്ക് എത്തിയ ആളുകളുണ്ട്. സോ നമ്മൾ എങ്ങനെ ഇതിനെ നോക്കി കാണുന്നുള്ളതാണ്. നിങ്ങൾ ഇതിൽ നല്ലൊരു അത്യാവശ്യക്കാരനാണ് നിങ്ങളെങ്കിൽ, കുടുംബത്തിലേക്ക് വലിയൊരു വരുമാനം സ്ഥിരമായിട്ട് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതൊരു അക്ഷയപാത്രമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫിജി കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ കാണാത്ത ഒരു ലോകം എന്താ പറയാ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമുക്ക് എന്താ ലോകം കാണാൻ ഇറങ്ങി തിരിച്ചുണ്ട് അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം എവിടെ കയറിയിട്ടും 5 സ്റ്റാർ ആയിക്കോട്ടെ, 4 സ്റ്റാർ 7 സ്റ്റാർ ആയിക്കോട്ടെ, ഏത് ഹോട്ടലിൽ കയറി നമുക്ക് കഴിച്ചൂടെ. ഇഷ്ടമുള്ള വസ്ത്രം പ്രൈസ് ടാഗ് നോക്കാതെ നമുക്ക് നമ്മുടെ കൊച്ചുങ്ങൾക്കൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുത്തൂടെ. നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ് അല്ലെ, പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്. പൈസ അല്ല, പണം എന്ന് പറയുന്നത് എന്താ പറയാ അത് ഉണ്ടാക്കാൻ എന്താ പറയാ അറിയുന്ന ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ പറയുന്ന രീതിയിൽ. പക്ഷെ ഇവിടെ പറയുന്നു, ഇവിടെ ഒത്തുപിടിച്ചാൽ മലയും പോരുന്നുള്ള ഒരു കാര്യം ഞാൻ പറയുന്നു. നമ്മൾ ടീം വർക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലക്ഷങ്ങളും കോടികളും നിങ്ങൾ മറന്നേ, അതൊക്കെ എന്താണ് ഇതിന്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. മാസം ഒരു 30,000 രൂപ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചോദിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. കാരണം ഫിജി കാർഡ് എന്ന് പറയുന്നത് അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്.
ഒരുപാട് അപ്ഡേഷൻസ് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നു. കമ്പനി തന്നെ എല്ലാ ജില്ലകളിലും എന്താണ് BOP-കള് എന്താണ് പ്രോഗ്രാമുകൾ എന്താണ് കമ്പനി നടത്തുന്നുണ്ട്. നിങ്ങൾക്കതിൽ കയറാം. നിങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ഉൾക്കൊള്ളിക്കാം. നിങ്ങളുടെ ഗസ്റ്റിനെ നിങ്ങൾക്ക് അതിൽ കൊള്ളിക്കാം. നിങ്ങൾ എന്ത് ചെയ്യേണ്ട പേയ്മെന്റും കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പനി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡിജിറ്റലായി നടക്കുന്ന ഈ ഒരു BOP കമ്പനി ലിങ്കാണ്. കമ്പനിയാണ് എക്സ്പെൻസ് മുടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, പെർഫോം ചെയ്താൽ മതി. ഇപ്പം ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാനും കാര്യങ്ങളിലൊക്കെ എന്താണ് നമുക്ക് ഭയങ്കര ഫിയറായിരുന്നു, പേടിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്ന എക്സ്പീരിയൻസ്, ഫിജിക്കാർഡ് വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ് ആണ്. കാരണം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അല്ലെ, ഇവിടെ തെറ്റിപ്പോകുന്നുള്ള ഭയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാരണം മിസ്റ്റേക്കുകൾ വേണം. അതൊക്കെ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് നമ്മൾ കയറി വരും. അതിനുള്ള സ്പേസ് തന്നെയാണെന്നുള്ളൊരു കാര്യം. ഇവിടെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഒന്നും ചോദിക്കുന്നില്ല. രക്ഷപ്പെടണം എന്നുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ തീരുമാനം ഒരു പക്ഷേ ആ ഒരു പെയിൻ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിവിടെ മറ്റ് പല 13ാമത്തെ റാങ്കിലേക്ക് നിങ്ങൾ എത്താൻ ഒരു ഹോപ്പ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ടീമില് നിങ്ങൾ ആരാണ് ഇവിടെ കണക്ട് ചെയ്യുക അവരോടൊപ്പം എന്ത് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയും. വെറുതെ ഒരു നേരം പോക്കിന് പറ്റിയ സ്പേസ് അല്ല. നമ്മളെല്ലാവരും സീരിയസ് ആണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ടീം വർക്ക് എന്ത് ചെയ്യും ഇവിടെ ബോണ്ടായിട്ട് എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. സോ ഇനിയും ഒരുപാട് സമയം എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. വീണ്ടും പല പ്രോഗ്രാമിൽ പല ജില്ലകളിലായി കിട്ടുന്നതാണ്. നമ്മളെല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും എത്തും. എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കുന്നതിന് വേണ്ടി സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നമ്മ യാറെന്നത് മുഖ്യമല്ല, നമ്മളാല് എന്നതാ മുടിയും എന്നുള്ള ഒരു